എല്ലാവർക്കും നമസ്കാരം. ആത്മാ ഫൗണ്ടേഷൻ്റെ 20ാമത് റേസിംഗ് ഡേ ആഘോഷം ഈ 19-ാം തീയതി നടത്തുകയാണ്. ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ വെച്ചിട്ട് വൈകുന്നേരമാണ്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. മെയ് 19-ാം തീയതി വൈകുന്നേരം 5:30 മുതൽ 8:30 വരെ തൃശ്ശൂർ ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. 20ാമത് റേസിംഗ് ഡേ എന്ന് പറയുമ്പോൾ 19 വർഷം കഴിഞ്ഞു പോയതിൻ്റെ ഓർമ്മകളും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളിൽ മിക്കവാറും എല്ലാവരും തന്നെ ആത്മയുടെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടാവും. പലർക്കും ആത്മയുടെ ആക്ടിവിറ്റീസുമായിട്ട് നേരിട്ട് പരിചയമുണ്ടാവും. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ആത്മാ ഗുരുകുലം എന്നുള്ള കുട്ടികളുടെ ഹോമിനെ കുറിച്ചായിരിക്കും അറിയുന്നുണ്ടാവാം. കൂടാതെ ആത്മയിലെ കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, കുട്ടികളുടെ പഠന വൈകല്യത്തിനെ സഹായിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ഇതൊക്കെ പലർക്കും നേരിട്ട് അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ ഏതാണ്ട് 12 പ്രോജക്റ്റുകൾ ആത്മാ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു വേദി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ, ചൈൽഡ് ആൻഡ് അഡോളസൻസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, സർവീസ് പ്രൊവൈഡിംഗ് സെൻറ്റർ, ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡിംഗ് സെൻറ്റർ, ആത്മകലാക്ഷേത്രം, യോഗ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ളൊരു കേന്ദ്രം, ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആത്മ ഡാഫെക് ഉണ്ട്. ഇൻറ്റേൺഷിപ്പും റിസർച്ചും എല്ലാം കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആത്മ RADC റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ട്. മറ്റ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ താമസിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ ആരംഭിച്ച ഉയരെ എന്നുള്ള പ്രോജക്റ്റ് വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ ആത്മാ പ്രകൃതി, ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് ഏതാണ്ട് 1 ഏക്കർ സ്ഥലത്ത് ഒരു ഡെൻസ് ഫോറസ്റ്റിംഗ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബയോഡൈവേഴ്സിറ്റി പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയതായിട്ട് കോലഴി കേന്ദ്രമാക്കിക്കൊണ്ട് ആത്മയുടെ ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രവും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആത്മാ വയോബന്ധു എന്ന് പറഞ്ഞ സീനിയർ സിറ്റിസൺസിൻ്റെ ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദ കേന്ദ്രം നമ്മൾ കോലഴിയിൽ ഈ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയത്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ പ്രോജക്റ്റുകളെല്ലാം തുടങ്ങാൻ കഴിഞ്ഞത് ആത്മയുടെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വളണ്ടിയേഴ്സ്, അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ്. ആത്മയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ആയാലും അതേ വളണ്ടറി സ്പിരിറ്റോട് കൂടി തന്നെ നമ്മളോടൊപ്പം നിൽക്കുന്നു, നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. പല ഭാഗത്തും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുൾപ്പെടെ ആത്മയുടെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് കൂടുതൽ നന്മയുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം നല്ല ആളുകൾ, നിങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും ചെയ്തു തന്ന സഹായവും പിന്തുണയുമാണ് ആത്മയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത്രയും കാലം സഹായിച്ചത്. ഈ 12 പ്രോജക്റ്റുകൾക്ക് പുറമെ വിവിധ മേഖലകളിലായി ഓരോ സമയത്തും ആത്മ 6 പ്രധാനപ്പെട്ട ക്യാമ്പയിൻസും ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ആകെ നോക്കിക്കഴിഞ്ഞാൽ 2400-ലധികം പ്രോഗ്രാംസ് ആത്മ ഈ 19 വർഷം കൊണ്ട് സംഘടിപ്പിച്ചു എന്നുള്ള സന്തോഷകരമായ കാര്യം. അത് ഏതാണ്ട് 4 ലക്ഷത്തോളം കുടുംബങ്ങളിലേക്ക് അതിൻ്റെ പ്രയോജനം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷവും ഈ അവസരത്തിൽ ഓർക്കുകയാണ്, നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ നേരിട്ട് സമൂഹത്തിൽ നമ്മുടെ അത്രയും ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഏതാണ്ട് 2 കോടിയിലധികം രൂപയുടെ ഡയറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15,000 കുടുംബങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. ഡിസാസ്റ്റർ റിലീഫ് എന്നുള്ള നിലയ്ക്ക് 62 ലക്ഷം രൂപയുടെ പ്രോജക്റ്റുകൾ 30 ഗ്രാമങ്ങളിലായിട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള 5 പദ്ധതികൾ, അങ്ങനെ ഓരോ മേഖലയിലും വളരെ വലിയ പ്രോജക്ട്സ് നമുക്ക് ചെയ്യാൻ, ധാരാളം പ്രോജക്ട്സ്. 800ഓളം വിദ്യാർത്ഥികൾക്കുള്ള എഡ്യൂക്കേഷണൽ കിറ്റുകൾ, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3700-ലധികം ന്യൂട്രീഷൻ കിറ്റ്സ് പല ആളുകൾക്കായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മാ റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ഡെസ്കിൻ്റെ പേരിൽ ആ ഒരു പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത് 1116 കുട്ടികളെ, വൾണറബിൾ സിറ്റുവേഷനിലുള്ള കുട്ടികളെ രക്ഷപ്പെടുത്തുവാനായിട്ട് ആത്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്.
281 സ്ത്രീകൾക്ക് അവരുടെ ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വയം വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനവും നേരിട്ടുള്ള സഹായവും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഗുരുകുലത്തിൽ തന്നെ ഏതാണ്ട് 89 കുട്ടികൾ ഇതുവരെ താമസിച്ച് പഠിച്ച്, വളരെ സന്തോഷകരമായ കാര്യം, ഇവരെല്ലാവരും തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ അത് പ്രൊഫഷണൽ കോഴ്സിൻ്റെ ലെവലിലൊക്കെ എത്തി എന്നുള്ളതും നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതാണ്ട് 60,000-ഓളം ഫാമിലികളിലേക്ക് നമുക്ക് ലിവിങ് ഇൻ ഹാർമണിയുടെ മെസ്സേജസ് നമ്മുടെ സെമിനാറുകളിലൂടെ, വർക്ക്ഷോപ്പുകളിലൂടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 8,000-ലധികം ആളുകൾക്ക് നമ്മളുടെ കലാക്ഷേത്രത്തിൻ്റെ പ്രോഗ്രാംസ് ആസ്വദിക്കാനും അതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാനും അവിടെ നിന്ന് പരിശീലനം ലഭിക്കാനും ഉള്ള അവസരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5,000-ഓളം ആളുകൾക്ക് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ മേഖലയിൽ സഹായങ്ങൾ എത്തിക്കാൻ, പരിശീലനം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 1,000-ഓളം ട്രെയിനിങ് പ്രോഗ്രാംസ് തന്നെ. അതിൽ നമ്മൾ ഈയിടെ കണക്ക് നോക്കുന്ന സമയത്താണ് 1,00,000-ഓളം ചെറുപ്പക്കാർ, 50,000-ഓളം പാരൻസ്, അതുപോലെ 20,000-ഓളം കുട്ടികൾ, 12,000-ലധികം അധ്യാപകർ ഒക്കെ ഈ പരിശീലന പരിപാടികളിൽ പങ്കെടുത്തു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് 20-ാം വർഷം ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. വളണ്ടിയേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പല സമയത്തും നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ നിലനിർത്തുന്ന സമയത്ത് തന്നെ തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് സമീപനവും ആത്മയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ATG, FCRA തുടങ്ങിയ അടിസ്ഥാന രജിസ്ട്രേഷനുകൾ, നീതി ആയോഗിൻ്റെ രജിസ്ട്രേഷൻ, CSR രജിസ്ട്രേഷൻ, അത് മാത്രമല്ല, അത് കൂടാതെ ആത്മയുടെ സിസ്റ്റം മാനേജ്മെൻറ്റ് സിസ്റ്റംസിനെ സംബന്ധിച്ച് ISO 9001:2015 ആ ഒരു രജിസ്ട്രേഷൻ നമ്മളെടുത്തു. അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഓഫീസിൽ ഇപ്പോൾ നടക്കുന്നത്. ഗ്രേറ്റ് പ്ലേസ് ടു വർക്കിൻ്റെ സർട്ടിഫിക്കേഷൻ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷനും മറ്റും കണക്കിലെടുത്തുകൊണ്ട് നൽകിയ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫിക്കേഷൻ ആത്മയ്ക്ക് ലഭിച്ചു. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, കഴിഞ്ഞ വർഷമാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാനും ആത്മയ്ക്ക് കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ ഒരു വിവരം അനൗൺസ് ചെയ്യുന്നത്, അതിനു വേണ്ടി തന്നെ നമ്മളുടെ സോഷ്യൽ ഇമ്പാക്റ്റ് കോൺക്ലേവിൽ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ തന്നെ തൃശ്ശൂരിലെത്തി എന്നുള്ള വളരെ സന്തോഷകരമായ, അഭിമാനകരമായ കാര്യം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങളോടൊന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മുന്നോട്ട് നോക്കുന്ന സമയത്തും പല മേഖലകളിലും ഇന്ന് നമ്മൾ സോഷ്യൽ നെഗറ്റിവിറ്റീസിനെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുന്ന സമയത്ത് ആത്മയുടെ കാഴ്ചപ്പാടിൽ പോസിറ്റിവിറ്റിയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, ഹാർമണിയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, സന്തോഷത്തിനെ കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, ഇമോഷണൽ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട്. ടെക്നോളജിയുടെ ഉപയോഗപ്പെടുത്തൽ അടുത്ത വർഷം ആത്മയുടെ ഈ ഒരു സമീപ ഭാവിയിൽ തന്നെ ആത്മയുടെ ഒരു ആപ്പ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓൺലൈനിൽ കൗൺസിലിങ്ങും മറ്റും ലഭ്യമാക്കുന്ന പ്രവർത്തനം തുടങ്ങാൻ കഴിയും. കലാക്ഷേത്രത്തിൻ്റെ ക്ലാസ്സുകളും മറ്റും ഓൺലൈനിൽ പഠിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. അതിനൊക്കെ ടെക്നോളജി പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മാനേജ്മെൻറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, ജെനുവിനായിട്ടുള്ള ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഭംഗിയായി സമൂഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആത്മയിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമ്മളോട് സഹകരിക്കുന്ന വളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ ധാരാളം പേരുടെ കോൺട്രിബ്യൂഷനോടുകൂടി അത് ധാരാളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ 19 വർഷവും ആത്മയോടൊപ്പം ഉണ്ടായിരുന്ന, ആത്മയെ സഹായിച്ച, ആത്മയ്ക്ക് പിന്തുണ നൽകിയ എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. തുടർന്നുള്ള ആത്മയുടെ പ്രവർത്തനങ്ങളിലും നിങ്ങൾ കൂടെ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയൊരു ധൈര്യമാണ്. ഒരു പക്ഷേ സാമൂഹ്യ സേവന രംഗത്ത് ധാരാളം ആവശ്യങ്ങൾ ഇന്നുണ്ട്. റിസ്ക് എടുത്ത പ്രവർത്തനങ്ങളെ ചെയ്യാനുള്ളൊരു വേദിയായിട്ട് ആത്മയെ നമ്മൾ വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ആത്മയിലൂടെ അത് ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പ്രതീക്ഷകളെ ഒരു തരത്തിലും നിരാശപ്പെടുത്താതെ ആത്മയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഈശ്വരൻ്റെയും ഗുരു ആചാര്യന്മാരുടെയൊക്കെ
അനുഗ്രഹത്തോടു കൂടി ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. കഴിയുമെങ്കിൽ തൃശ്ശൂരിലുണ്ടെങ്കിൽ 19-ാം തീയതി വൈകുന്നേരം 5:30 മണി തൊട്ട് 8:30 മണി വരെ നീരാഞ്ജലി ഹാളിൽ നടക്കുന്ന ആത്മയുടെ 20ാം റേസിംഗ് ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആത്മയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണം. ആത്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം. അടുപ്പമുള്ളവരോട് പറയണം. ആത്മയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴെങ്കിലുമൊക്കെ സമയം അനുസരിച്ച് ആത്മ സന്ദർശിക്കാനും സമയം കണ്ടെത്തും എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ആത്മയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എല്ലാവരോടും, വളണ്ടിയേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, അഭ്യുദയകാംക്ഷികളായിക്കോട്ടെ, എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നിങ്ങളെ റേസിംഗ് ഡേ സെലിബ്രേഷനിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്.